ഗായ്സ്, ജെംസ് മേക്കപ്പ് ചലഞ്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു ജെംസ് ആണ് ഇന്നത്തെ എൻ്റെ മേക്കപ്പ് വീഡിയോ ഡിസൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു ജെംസ് ചൂസ് ചെയ്യുന്ന കളേഴ്സ് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് മേക്കപ്പ് ചലഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ഫൗണ്ടേഷനും കൺസീലറും ലിപ്സ്റ്റിക്കും എല്ലാം ഇന്ന് കളർഫുൾ ആയിരിക്കും. ഈ ഒരു മേക്കപ്പ് ചലഞ്ചിൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ളത് അവസാനം വരെ നിങ്ങൾ കണ്ടു നോക്കുക. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ആദ്യം ഫൗണ്ടേഷനാണ് ചൂസ് ചെയ്യുന്നത്. ഫൗണ്ടേഷൻ നമുക്ക് ഏത് കളറാണ് കിട്ടുന്നത് എന്ന് നോക്കാം. ഈ ഒരു പിങ്ക് കളറാണ് ഗായ്സ് എനിക്ക് ഫൗണ്ടേഷന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ളത്. പിങ്ക് ഫൗണ്ടേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിവിടെ BB ക്രീമാണ് എടുത്തിട്ടുള്ളത്. BB ക്രീമിൽ നമ്മുടെ പിങ്ക് കളർ ഐ ഷാഡോയും കൂടെ ചേർത്ത് നമുക്ക് ഒരു ഫൗണ്ടേഷൻ ആക്കാം എന്നാണ് ഞാനിവിടെ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ പിങ്ക് കളർ ഐ ഷാഡോ എടുത്ത് നമ്മുടെ BB ക്രീമിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ചോറും കറിയും കുഴയ്ക്കുന്ന പോലെയാണ് ഗൈസ് ഞാനിവിടെ രണ്ടും കൂടെ കുഴച്ചെടുക്കുന്നത്. ഇനി നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാം ഈ ഒരു പിങ്ക് ഫൗണ്ടേഷൻ എനിക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് കാണാം. ഞാനിവിടെ സ്പഞ്ചൊന്നും യൂസ് ചെയ്യുന്നില്ല, കൈ വെച്ചിട്ട് തന്നെയാണ് നന്നായിട്ട് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ മുഖം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു പിങ്ക് ഫൗണ്ടേഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എനിക്ക് ഫൗണ്ടേഷന് പിങ്ക് കളർ കിട്ടിയതുകൊണ്ട് തന്നെ അധികം വൃത്തികേടില്ല. പക്ഷേ ഗ്രീനോ ബ്ലൂവോ ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോവായിരുന്നു ഗൈസ്. പിങ്ക് ആയതുകൊണ്ട് തന്നെ എൻ്റെ സ്കിൻ ടോണുമായിട്ട് നന്നായിട്ട് മാച്ചായി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ കൈ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു കളർ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്ന് കൈ കഴുകിയിട്ടൊക്കെ വന്നു, പക്ഷെ എന്നിട്ടും പോകുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ലുക്ക്. ഇനി നമ്മൾ ബ്ലഷാണ് ഇടാൻ പോകുന്നത്. ബ്ലഷിന് ഏത് കളറാണ് കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. ഗ്രീൻ കളർ കിട്ടിയപ്പോൾ ഈ ഒരു ചലഞ്ച് ഇവിടെ വെച്ച് നിർത്തിയാലോ എന്ന് പോലും ഞാൻ ആലോചിച്ചു പോയി ഗൈസ്. എന്തായാലും കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് തുടങ്ങിയതല്ലേ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാം. ഞാനിവിടെ ഗ്രീൻ കളർ ഐ ഷാഡോ ആണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്രീനും പിങ്കും ഒക്കെ ചേർന്ന് നല്ലൊരു കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഐ ഷാഡോ കിട്ടുന്നത് ഏത് കളറാണെന്ന് നോക്കാം. ഐ ഷാഡോയും എനിക്ക് ഗ്രീൻ ആണ് കിട്ടിയത് ഗൈസ്. എന്തായാലും നമ്മുടെ ബ്ലഷും ഐ ഷാഡോയും ഇപ്പം മാച്ച് ആയിട്ടുണ്ട്. അങ്ങനെ ഞാനിവിടെ ഗ്രീൻ കളർ ഐ ഷാഡോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് കോട്ട് ഇട്ടിട്ടും കറക്റ്റായിട്ടൊരു ഗ്രീൻ ഷെയ്ഡ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഒരിക്കൽ കൂടെ ഒരു കോട്ടും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് തന്നെ നമുക്ക് കിട്ടി. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താ? ഓക്കെ, ഇനി നമുക്ക് ഐലൈനർ ഇട്ട് കൊടുക്കാം. ഐലൈനർ ഏത് കളറാണ് കിട്ടുന്നത് എന്ന് നോക്കാം. ഐലൈനറിന് എനിക്ക് റെഡ് കളറാണ് കിട്ടിയിട്ടുള്ളത്. റെഡ് കളർ കിട്ടിയത് കൊണ്ട് തന്നെ ഒരു സമാധാനമുണ്ട്. കാരണം റെഡ് കളർ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ഐലൈനർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു ബ്രഷിൽ നമ്മുടെ ലിപ്സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നോർമലി ഐലൈനർ എഴുതുന്ന പോലെ തന്നെ ഇതുപോലെ ഒന്ന് എഴുതി കൊടുക്കുകയാണ്. എനിക്ക് ഐലൈനർ എഴുതിയപ്പോൾ കുറച്ച് ഈസി ആയിട്ട് തോന്നി, കാരണം ആ ഒരു ബ്രഷ് യൂസ് ചെയ്തത് കൊണ്ടാണ്. നമുക്കൊരു വിങ് ലൈനർ എഴുതി കൊടുക്കാം. ഈ ഒരു ഐലൈനർ എനിക്ക് ഇഷ്ടമായി ഗൈസ്, കാരണം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഐലൈനർ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ കോണ്ടോർ ചെയ്യാനാണ് പോകുന്നത്. അതിന് നമുക്ക് ഏത് കളറാണ് കിട്ടുന്നത് എന്ന് നോക്കാം. കോണ്ടോറിങ് ചെയ്യാനും എനിക്ക് റെഡ് കളറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ നേരത്തെ ചെയ്ത നമ്മുടെ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെയാണ് കോണ്ടോറിങ് ചെയ്ത് കൊടുക്കുന്നത്. എവിടെയൊക്കെയാണ് കോണ്ടോറിങ് ചെയ്യുന്നത് എന്നുള്ളത് പോലും ഞാൻ മറന്നുപോയി ഗൈസ്. അങ്ങനെ ഞാൻ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ഇവിടെ കോണ്ടറിങ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം ബ്രഷ് ഇട്ടൊന്ന് ചെയ്ത് നോക്കി, പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളങ്ങനെ ക്ലൈമാക്സിലേക്ക് എത്തിയിട്ടുണ്ട്. അവസാനമായിട്ട് ലിപ്സ്റ്റിക്കാണ് ഇടാൻ പോകുന്നത്. അടിപൊളി. ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് എനിക്ക് ബ്ലൂ കളറാണ് കിട്ടിയിട്ടുള്ളത്. ബ്ലൂ കളർ ലിപ്സ്റ്റിക്കും കൂടെ ഇടുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ലുക്ക് ഇവിടെ ഫിനിഷ് ആകും. എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് കാണാം. നല്ലൊരു റോയൽ ബ്ലൂ കളർ ലിപ്സ്റ്റിക്കാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നന്നായിട്ട് തന്നെ എറിച്ച് നമുക്ക് നിൽക്കും. ഇതാണ് ഗൈസ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് ഇഷ്ടമായോ എന്നുള്ളത് മറക്കാതെ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.
അടുത്ത് നിങ്ങൾക്ക് ഇതുപോലുള്ള എന്ത് ചലഞ്ചാണ് വേണ്ടത് എന്ന് മറക്കാതെ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.